നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പോ നമ്മൾ ഇന്നലെ വലിയ ശക്തമായ ഒരു തിരഞ്ഞെടുപ്പൊക്കെ കണ്ടു. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇത്തവണ കടുത്ത മത്സരം തന്നെയാണ് നടന്നത്. അതെ അതെ, രണ്ട് വളരെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്. അതെ, രണ്ടുപേരെയും ഒരു കണക്കിന് ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും ഉയർത്തി കാണിച്ച രണ്ട് സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് രണ്ടുപേരും ദളിത് വിഭാഗത്തിൽപ്പെട്ട രണ്ടാൾക്കാർ കൂടിയായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഒരു ഇൻക്ലൂസിവിറ്റി എന്നുള്ളൊരു ഫാക്ടർ കൂടിയാണ് അതിൽ തെളിയിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ പേര് നമ്മൾ പറഞ്ഞില്ല. NDA സ്ഥാനാർത്ഥിയായിട്ട് രാംനാഥ് കോവിന്ദും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ കക്ഷിയായിട്ട് മീര കുമാറുമാണ് മത്സരിച്ചത്. അങ്ങനെ വളരെ ശക്തമായ ഒരു മത്സരമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ജൂലൈ 20-ന് റിസൾട്ട് പ്രഖ്യാപിക്കും. കൗണ്ടിംഗ് ഉണ്ട്. അന്ന് ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ മിക്കവാറും ആകുമായിരിക്കും ചിലപ്പം. കാരണം ഇപ്പോഴത്തെ പ്രസിഡന്റിന് അതിന് ലൈക്ക് ഒരു ഹാങ് സ്റ്റേറ്റ് അല്ല, ഒരു റീ ഇലക്ഷൻ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട് ആകും അല്ലേ? ഇപ്പൊ ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആകണമെങ്കിൽ മിനിമം 50 MLA-കളും 50 MP-മാരുടെയും ആസ് ഫസ്റ്റ് ഇതും പിന്നെ ക്രൈറ്റീരിയ 50 പേരുടെ ഫസ്റ്റ് സിറ്റിങ്ങും 50 പേരുടെ സെക്കൻഡ്സും ഇവർക്ക് ഒപ്പീനിയൻ ബാക്കിംഗ് വേണം. എങ്കിൽ മാത്രമേ ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് ഇവർക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. നോമിനേഷൻ ഫയൽ ചെയ്യാൻ 15,000 രൂപ കൊടുക്കണം. അങ്ങനെ നോമിനേഷൻ ഫയൽ ചെയ്ത ഒരാളെ കുറിച്ച് വളരെ രസകരമായ കുറച്ച് ഫാക്ട്സ് ആണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് പത്മരാജ് എന്നാണ്. പത്മരാജനെ കുറിച്ച് ഭയങ്കര രസകരമായ വിശേഷങ്ങളാണ്. നമുക്ക് പലർക്കും ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വരെ തോന്നി പോകുന്ന. പക്ഷെ അദ്ദേഹത്തിന് ആകെ ഒരേ ഒരു മോട്ടോയേ ഉള്ളൂ. എന്താണ്, ഒരു ഇലക്ഷനിന് മത്സരിക്കാൻ ഇന്ത്യയിലെ ഏതൊരു ആൾക്കും അർഹതയുണ്ട്. താനും ഒരു പൗരനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഈ ഉന്നതികളിൽ ഒരു ഇലക്ഷന് ജയിച്ച് ഉന്നതികളിലെത്തിയ ഒരാൾ എന്ന് പറഞ്ഞാൽ അയാൾ പലപ്പോഴും പൈസയും ഇൻഫ്ലുവൻസും ആ ഒരു പ്രൊപ്പഗൻഡയും ടാക്ടിക്സും എല്ലാം ഉപയോഗിച്ചാണ്. പക്ഷെ നമ്മളിൽ ഓരോരുത്തർക്കും ആ നിലയിലെത്താം എന്നുള്ള ആ ഒരു സന്ദേശമാണ് അദ്ദേഹത്തിന്റെ മോട്ടോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു തമിഴ്നാട് സേലം സ്വദേശിയാണ്. പത്മരാജൻ എന്നാണ് പേര്. 56 വയസ്സ്. 150 ഇലക്ഷനുകളിൽ മത്സരിച്ചിട്ടുണ്ട്. എല്ലാ മത്സരങ്ങളിലും പരാജയപ്പെട്ടതുമാണ്. ഇപ്പൊ നമ്പറുകൾ നോക്കിയാൽ 186-ഓളമായി കേട്ടോ. ജയലളിതയുമായിട്ട് തന്നെ 4 പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. ജയലളിത എന്ന് മാത്രമല്ല, ഒരുമാതിരി എല്ലാ രാഷ്ട്രീയ പ്രമുഖരുമായിട്ടും അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. ജയലളിത തൊട്ട് പ്രണബ് മുഖർജി തൊട്ട് APJ കഴിഞ്ഞ വർഷത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷനും അതിന് മുമ്പിലത്തെ വർഷത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷനും ഒക്കെ 5ാമത്തെ തവണയാണ് അദ്ദേഹം പ്രസിഡൻഷ്യൽ ഇലക്ഷന് വേണ്ടി നോമിനേഷൻ ഫയൽ ചെയ്യുന്നത് തന്നെ. അതെ അതെ അതെ, പേര് അക്സെപ്റ്റഡ് ആയി കേട്ടോ. എല്ലാ പ്രാവശ്യവും പേര് അക്സെപ്റ്റഡും ആയിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഒരു വോട്ട് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ലേഡീസ് അവർ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ആദ്യ സെഗ്മെന്റിന് ശേഷം തിരികെ വരാം. ഈ കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ച ഒരു വാർത്തയാണ് ഇന്ന് ഇതിവിടെ പറയാനായി എന്നെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വരികയുണ്ടായി. ഒരു മലപ്പുറത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ അവിടെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഒരു ചെക്കിംഗ് നടന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ നിന്നും അവർ ധാരാളം മയക്കുമരുന്ന്, അത് പല രീതിയിലുള്ള മയക്കുമരുന്നുകൾ കണ്ടെത്തുകയും, മയക്കുമരുന്ന് മാത്രമല്ല, മയക്കുമരുന്ന് അതിൻ്റെ ഒപ്പം തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മൂലം കണ്ണുകളിൽ കളർ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, റെഡ്നെസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് കളയാനുള്ള മരുന്നുകൾ, അപ്പം അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങളും കണ്ടെത്തുകയുണ്ടായി. വളരെയധികം വിഷമവും അതോടൊപ്പം തന്നെ ഒരു ഞെട്ടലും ഉളവാക്കിയ ഒരു വാർത്തയായിരുന്നു അത്. കാരണം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം കണ്ടെത്തിയത്. മാതാപിതാക്കളോ സ്കൂൾ അധികൃതരോ ഇതൊന്നും അറിഞ്ഞിരുന്നുമില്ല. അപ്പോൾ ഇതിവിടെ കാണിക്കുന്നത് നമ്മളുടെ കുട്ടികൾ എത്ര അപരിചിതരാണെന്നാണ്, നമ്മളിൽ നിന്നും എത്ര ദൂരെയാണ് അവർ ജീവിക്കുന്നത്.
എന്തുമാത്രം അപരിചിതത്വമാണ് ഓരോ വീടുകളിലും നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപരിചിതത്വം ഒരു കൂരയ്ക്കുള്ളിൽ നിലനിൽക്കുന്നത്? അച്ഛനമ്മമാർക്ക് കുട്ടിയെ തീരെ മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. അതേപോലെ തന്നെ കുട്ടികളും അച്ഛനമ്മമാരിൽ നിന്ന് വളരെയധികം അന്യരായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യം ഇത് വളരെ നാളുകളൊന്നും ആയിട്ടില്ല നമ്മളുടെ നാട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ വളർന്നു വരാനുള്ള കാരണം? അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഉയർന്ന സുഖസൗകര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു 10 വയസ്സ് 12 വയസ്സ് പ്രായം, ഈവൻ അതിനു മുമ്പ് തന്നെ കുട്ടിക്ക് സ്വന്തമായി ഒരു റൂം നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. ആ ഒരു റൂമിൽ അവന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടി ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ റൂമിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ അത് പിന്നെ അവൻ്റെ ഒരു ലോകമാണ്. അപ്പോൾ കുട്ടികൾക്ക് പ്രൈവസി പോരാ, അവർക്ക് ആവശ്യമുള്ള പ്രൈവസി നമ്മൾ കൊടുക്കണം എന്ന ഒരു ധാരണ, അത് ഒരു പരിധിവരെ അബദ്ധധാരണയാണ്. ആ ഒരു ധാരണ ഇന്നത്തെ തലമുറയിലുള്ള ഒരുവിധം എല്ലാ മാതാപിതാക്കളിലുമുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക്, അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് കടന്ന് ചെല്ലാനുള്ള അധികാരം ഉള്ള മാതാപിതാക്കളും വളരെയധികം കുറവാണ്. ആ റൂം നോക്ക് ചെയ്ത് അതിനുള്ളിൽ കയറി ഇരുന്ന് കുറച്ച് സമയം കുട്ടികളുമായിട്ട് സംസാരിക്കുക, തമാശ പറയുക, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യുക, ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മാതാപിതാക്കൾ തന്നെ വളരെ കുറവാണ്. നമ്മൾക്കറിയാം, വളരെ ചെറിയ പ്രായത്തിൽ, അതായത് ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളുടെ മക്കളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടുത്ത് വിളിച്ച് ഓമനിച്ച് മടിയിലിരുത്തി താലോലിച്ച് വിടാറുണ്ട്. അതായത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ളൊരു തോന്നൽ ഇടയ്ക്കിടയ്ക്ക് അവരിൽ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈയിടയ്ക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു സ്കൂളിൽ ഞാനിങ്ങനെ ക്ലാസ് നടത്തിയപ്പോൾ, അതായത് ഒരു 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു, ഇന്ന് രാവിലെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ടാറ്റ പറഞ്ഞ് പോകുന്ന എത്ര കുട്ടികളുണ്ടെന്ന് കൈവെക്കാൻ പറഞ്ഞു. വളരെ കുറവ്, അതായത് ഏതാണ്ട് ഒരു 4ഓ 5ഓ കുട്ടികൾ മാത്രമാണ് അന്ന് അവിടെ ഹാൻഡ് റൈസിങ് നടത്തിയത്. അത് ഓക്കെ, ഞാൻ പറഞ്ഞു ഇന്ന് വേണ്ട, എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ എപ്പോഴെങ്കിലും അച്ഛനോ അമ്മയോ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ സാധിച്ചിട്ടുള്ള കുട്ടികളൊന്ന് കൈവെക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും വളരെ വിരളം, ഒരു 8ഓ 10ഓ കുട്ടികൾ അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഒരു മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും, അപ്പോഴും എണ്ണം വളരെ കുറവായിരുന്നു. അതായത് ഏതാണ്ട് 20 to 30% കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ഓർമ്മ വെച്ച സമയം തൊട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് അമ്മയോ അച്ഛനെയോ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ അവരുടെ മടിയിൽ കിടക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവർ. അത്രയധികം ഒരു ഡിസ്റ്റൻസിങ്, അതായത് ഫിസിക്കൽ ഡിസ്റ്റൻസിങ് നമ്മളുടെ കുടുംബങ്ങളിൽ ഉണ്ട്. ചെറിയ ക്ലാസ്സിൽ, അതായത് ഒരു 1st സ്റ്റാൻഡേർഡ് ആൻഡ് 2nd സ്റ്റാൻഡേർഡിന് ക്ലാസ് നടത്തിയപ്പോൾ ഇതേ ചോദ്യം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ മജോറിറ്റിയിൽ കൂടുതൽ കുട്ടികളും അന്ന് കൈവെക്കുകയുണ്ടായി. അപ്പോൾ വളർച്ചയുടെ ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ കുട്ടികൾ നമ്മൾക്ക് അന്യരാകുകയാണ്. അത് അവിടെ ഇഷ്ടക്കേടുണ്ടായിട്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ കാര്യങ്ങളിൽ താല്പര്യമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. എപ്പോഴൊക്കെയോ നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അറിവ് അല്ലെങ്കിൽ ചില അബദ്ധധാരണകൾ നമ്മളെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. ആ ഒരു അകൽച്ച നമ്മൾ അറിയാതെ നമ്മളുടെ പെരുമാറ്റത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ തന്നെയാണ്, ഈ അന്യമാകുന്ന ഈ അവസ്ഥയിൽ തന്നെയാണ് അവരിലേക്ക് ഈ രീതിയിലുള്ള ചില ചെറിയ ചെറിയ സ്വഭാവ വ്യതിയാനങ്ങൾ കടന്നു കയറുകയും ചെയ്യുന്നത്. അപ്പം ആ ഒരു അടുപ്പം കുടുംബത്തിൽ നിലനിൽക്കാത്തത് കൊണ്ട് അത് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ആരെങ്കിലും അവരെ വലിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ പ്രേരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അത് വീട്ടിൽ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കുട്ടിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, സപ്പോസ് അങ്ങനെ ചെയ്താൽ പോലും അതിലൊരു സുഖം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വിട്ടുമാറാനുള്ള
ഒരു ആത്മവിശ്വാസമോ ഒരു ആത്മധൈര്യമോ കുട്ടിക്ക് ഉണ്ടാവുകയുമില്ല. കുടുംബ സദസ്സുകൾ കൂടുക ഇടയ്ക്കൊക്കെ, അതെന്നുമായാൽ അത്രയും നല്ലത്. കുറച്ച് സമയം, അതായത് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ എങ്കിലും കുട്ടികളോടൊപ്പം ബാക്കി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും ഇല്ലാതെ കുട്ടികളോടൊപ്പം സംവദിക്കാനായി കുറച്ച് സമയം എല്ലാ വീട്ടിലും കണ്ടെത്തുക. പിന്നെ മക്കളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പഠനകാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻസോ എല്ലാം മാറ്റി നിർത്തി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള ടോപ്പിക്സ് മാത്രം ഡിസ്കസ് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. ഇങ്ങനെ എന്തെങ്കിലും വീട്ടിനുള്ളിലുള്ള ജോലികൾ മാതാപിതാക്കൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ സഹകരിക്കാനായിട്ട് കുട്ടികളെ കൂടി പ്രേരിപ്പിക്കുക. അപ്പം അതിനുള്ള ചെറിയൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അവർക്ക് കൊടുത്തിട്ടാണെങ്കിൽ പോലും അവരെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു താല്പര്യം പേരൻസ് കാണിക്കുക. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു താല്പര്യം കുട്ടികളിൽ വളർത്താനായിട്ട് ശ്രമിക്കുക. ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ധാരാളം IQ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. കാരണം പല ട്യൂഷൻ ക്ലാസ്സുകളിലും നമ്മൾ ഫീസ് കൊടുക്കുന്നുണ്ട്, വളരെ ഉയർന്ന ഫീസ് കൊടുത്ത് സ്കൂളുകളിൽ കുട്ടികളെ വിടുന്നുണ്ട്, കോച്ചിങ്ങിന് വിടുന്നുണ്ട്. അപ്പം ഇതെല്ലാം അവരുടെ IQ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ EQവിൽ കൂടി കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തേണ്ടതാണ്. അപ്പം EQ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മളുടെ സമയം. അപ്പം ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് യാതൊരു മടിയും കാണിക്കാതിരിക്കുക. അതിനുവേണ്ടി നമ്മൾക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഭാവിയിലെ വലിയ വലിയ നേട്ടങ്ങളായിട്ടായിരിക്കും മാറുക. അപ്പോൾ അങ്ങനെ നമ്മളുടെ കുട്ടികളെ നമ്മളോട് ചേർത്ത് നിർത്തി ഈ രീതിയിലുള്ള അപകടങ്ങളിൽ നിന്നും, ഇനി അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ പോലും ഒരിക്കലും അതൊരു പോലീസ് ഓഫീസറുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ ഒരു സ്കൂൾ അതോറിറ്റിയിൽ നിന്നോ ആയിരിക്കരുത് നമ്മൾ അറിയേണ്ടത്. നമ്മളുടെ മകൻ അല്ലെങ്കിൽ നമ്മളുടെ മകൾക്ക് നമ്മളുടെ അടുത്ത് വന്ന് അത് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം, ആ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടാവണം. അപ്പം ആ രീതിയിലുള്ളൊരു തലമുറയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്.